പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഘടനയാണ്. ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പല തവണയായിട്ട് കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുവാണ്. എന്താണ് വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള? കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഘടന എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആരാണ്? നമ്മൾ പല തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള? ഓക്കെ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള ഹെഡഡ് ബൈ ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. എന്താണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. ഓക്കെ, ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. നമ്മൾ കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എന്താ പറയുക, നമ്മൾ യഥാർത്ഥത്തിൽ ഫങ്ഷണൽ ഹെഡ് എന്ന് പറയാം. ഓക്കെ, ഫങ്ഷണൽ ഹെഡ്, അതിൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണ്, RCS ആണ്. ഇനി നേരെ മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആരെ പറയാം? സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു വിങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ ഹെഡ് ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ലെവല് രജിസ്ട്രാർ ഓഫീസ് ഉണ്ട്. അവിടെ ആരുണ്ട്? ഒരു RCS ഉണ്ട്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. പ്രസന്റ് രജിസ്ട്രാർ ആരാണ്? TV സുഭാഷ് IAS ആണ്. ഫസ്റ്റ് രജിസ്ട്രാർ ആരാണ്? C ഗോവിന്ദപിള്ളയാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യം കൂടി എന്ന് പറഞ്ഞു. നോക്കിയേ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രധാനമായിട്ടും ആരൊക്കെയുണ്ട്? 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. എത്രയാണ്? 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. 2 ജോയിന്റ് രജിസ്ട്രാർമാരുണ്ട്. ഏതാണ്? 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. ഇത് കൂടാതെ ഒരു ലോ ഓഫീസറുണ്ട്, ഒരു ഫിനാൻസ് ഓഫീസറുണ്ട്, ഒരു റിസർച്ച് ഓഫീസറുണ്ട്, ദെൻ എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസറുണ്ട്. ഓക്കെ, എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസറും കൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? RCSനെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെയുണ്ട്? 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. 4 അഡീഷണൽ രജിസ്ട്രാർ. അത് ഏതൊക്കെയാണെന്ന് നോക്കി. 4 അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നത്, ഒന്ന് അഡീഷണൽ രജിസ്ട്രാർ ജനറൽ. എന്താണ്? അഡീഷണൽ രജിസ്ട്രാർ ജനറൽ. 2 അഡീഷണൽ രജിസ്ട്രാർ ICDP, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, ICDP, അഡീഷണൽ രജിസ്ട്രാർ ICDP. 3 അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ്. 4 അഡീഷണൽ രജിസ്ട്രാർ കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ എത്രയുണ്ട്? രജിസ്ട്രാറെ സഹായിക്കാൻ 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. അടുത്തത് 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. അതറിയണം, ആരൊക്കെയാണ് 2 ജോയിന്റ് രജിസ്ട്രാർമാർ? കഴിഞ്ഞ KRFED പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. 2 ജോയിന്റ് രജിസ്ട്രാർമാർ രജിസ്ട്രാറെ സഹായിക്കാൻ ഹെഡ് ഓഫീസിലുണ്ട്. എന്തിനാണ് ആ 2 ജോയിന്റ് രജിസ്ട്രാർ? ഒന്ന് ജോയിന്റ് രജിസ്ട്രാർ ഫോർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, MNP എന്ന് പറയും. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ആണ് ജോയിന്റ് രജിസ്ട്രാർ. 2 ജോയിന്റ് രജിസ്ട്രാർ ഫോർ SC/ST, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണ്ടി മറ്റൊരു ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഹെഡ് ഓഫീസിൽ രജിസ്ട്രാർക്ക് കീഴിലായിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. 4 അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നത്, ഒന്ന് അഡീഷണൽ രജിസ്ട്രാർ ജനറൽ, 2 അഡീഷണൽ രജിസ്ട്രാർ ICDP, 3 അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ്, 4 അഡീഷണൽ രജിസ്ട്രാർ കൺസ്യൂമർ. ഇത് കൂടാതെ ആരുണ്ട്? 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. അതിലൊന്ന് ജോയിന്റ് രജിസ്ട്രാർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, 2 ജോയിന്റ് രജിസ്ട്രാർ SC/ST. ഇവരെ കൂടാതെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാർ. ഇവരെ കൂടാതെ ആരാണ്? ലോ ഓഫീസറുണ്ട്, ഫിനാൻസ് ഓഫീസറുണ്ട്, റിസർച്ച് ഓഫീസറുണ്ട്, എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസറുണ്ട്. എവിടെയാണിത്? ഹെഡ് ഓഫീസിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തലവനായിട്ട് ഇവിടെ ആരുണ്ട്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്.
ഇതിന് മുകളിലായിട്ട് 2 വ്യക്തിയുടെയും കൂടെ ഉണ്ട്, 2 പേരും കൂടി ഉണ്ട്. ഈ രജിസ്ട്രാർക്ക് മുകളിലായിട്ട് 2 ആൾക്കാരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷനും 2 മിനിസ്റ്റർ ഫോർ കോർപ്പറേഷനും, സഹകരണ വകുപ്പ് മന്ത്രി. അതിന് താഴത്തായിട്ട് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ. നമ്മൾ ഈ എന്താ പറയുക, അപ്പീലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഗവൺമെന്റിന് കൊടുക്കണം അപ്പീല്, ഗവൺമെന്റ് കൊടുക്കണം അല്ലേ, അങ്ങനെ പറയില്ലേ? രജിസ്ട്രാർക്കാണ് കൊടുത്തെങ്കിൽ ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്? ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റിലെ എന്നാൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആണ്. ആരാണ്? സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ. അതുകൊണ്ടാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് അദ്ദേഹത്തിനെയും. ഓക്കെ, ഇപ്പൊ ആരാണ്? ഡോക്ടർ രത്തൻ യു കേൽക്കർ ആണ്. രത്തൻ യു കേൽക്കർ ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ. കഴിഞ്ഞ മെയ് വരെ ആയിരുന്നു മിനി ആന്റണി IAS കാലാവധി. അതുമുതൽ ഡോക്ടർ രത്തൻ യു കേൽക്കർ. ഓക്കെ, അപ്പം അദ്ദേഹമാണ് ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഫങ്ഷണൽ, നമ്മുടെ ഇതിന്റെ ഈ കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ നിറവേറ്റുവാൻ വേണ്ടി ഒരു തലവനാണ് ആര്? RCS. അപ്പോൾ അത് എന്താണ് ടെക്നിക്കൽ സൈഡ് നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ എക്സാമിന് കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള ഹെഡഡ് ബൈ ആരാണ്? ദാറ്റ് ഈസ് രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ സൈഡ് വരികയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാണ്, ഫംഗ്ഷണൽ ഹെഡ് ആരാണെന്നൊക്കെ വരുന്നാൽ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഓപ്ഷനകത്ത് ഈ പറഞ്ഞ പോലെ സെക്രട്ടറി ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ രജിസ്ട്രാർ മാത്രമേ ഉള്ളൂ എന്ന് നോക്കുക. ആ ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പം ഹെഡ് ഓഫീസിൽ വരുന്ന ആൾക്കാർ മനസ്സിലായല്ലോ. RCSന് കീഴിലായിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. അതുകൂടാതെ 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. ഇത് കൂടാതെ ലോ ഓഫീസർ ഉണ്ട്, ഫിനാൻസ് ഓഫീസർ ഉണ്ട്, റിസർച്ച് ഓഫീസർ ഉണ്ട്, എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്. ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മളിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നോക്കിയേ, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ ആരാണ്? രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആരാ തലവൻ? ആരാണ്? രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് പലതവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഈസ് ഹെഡഡ് ബൈ ആരാണ്? രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, അറ്റ് ദ ഹെഡ്ക്വാർട്ടറിൽ ആസ്ഥാനത്ത്, അതായത് തിരുവനന്തപുരത്ത്, രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അസിസ്റ്റഡ് ബൈ രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. ആരാണ്ട്? 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. നോക്കിയേ, അതുകൂടാതെ 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. എന്താണ് പറഞ്ഞത്? 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. ഇത് കൂടാതെ 1 ലോ ഓഫീസർ ഉണ്ട്, 1 ഫിനാൻസ് ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ റിസർച്ച് ഓഫീസർ ഉണ്ട്. ഓക്കെ, ഇത് എവിടെയാണ്? ഹെഡ് ഓഫീസിലാണ് കാര്യം പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് അഡീഷണൽ രജിസ്ട്രാർ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. നോക്കിയേ, 1 അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഇൻ ചാർജ് ഓഫ് ക്രെഡിറ്റ് വിങ്ങിന്റെ വായ്പാ ഘടനയുടെ തലവനായിട്ട് ഒരു അഡീഷണൽ തലവൻ എന്നല്ല, അതിന്റെ ചാർജ് വഹിക്കുന്ന ഒരു അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. രണ്ടാമത്തെ അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നത് കൺസ്യൂമർ വിങ്ങിന്റെ ആണ്. മൂന്നാമത്തെ അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഇൻ ചാർജ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, പൊതുഭരണമാണ്. ദെൻ ആൻഡ് മാറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സർക്കിൾ കോർപ്പറേറ്റ് യൂണിയൻ. ഇത് രണ്ടുമാണ് അദ്ദേഹം നോക്കുന്നത്. അതായത് ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ അഡീഷണൽ രജിസ്ട്രാർ നോക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അഡീഷണൽ രജിസ്ട്രാർ ഇൻ ചാർജ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സർക്കിൾ കോർപ്പറേറ്റ് യൂണിയൻ ആൻഡ് പബ്ലിസിറ്റി. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സർക്കിൾ കോർപ്പറേറ്റ് യൂണിയൻ ആൻഡ് പബ്ലിസിറ്റി. ഇത് മൂന്നുമാണ്. ഈ 3 ജോലിയാണ് ആര് ചെയ്യുന്നത്? ഈ അഡീഷണൽ രജിസ്ട്രാർ ചെയ്യേണ്ട ജോലി. ഓക്കെ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും? കോർപ്പറേറ്റ് യൂണിയന്റെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയാണ്. അതുപോലെ പബ്ലിസിറ്റി നോക്കണം. ആൻഡ് ദ 4th അഡീഷണൽ രജിസ്ട്രാർ ഈസ് ഇൻ ചാർജ് ഓഫ് കോർപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ. അതും അദ്ദേഹം ചെയ്യേണ്ട ഒരു ജോലിയാണ്. 4th കോർപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആൻഡ് ഇന്റഗ്രേറ്റഡ് കോർപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. നമ്മൾ ആദ്യം ICDP എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ അദ്ദേഹം എന്തുകൂടെ ചെയ്യണം? ഇൻഫർമേഷൻ ബ്യൂറോയുടെ ചാർജും കൂടെ അഡീഷണൽ രജിസ്ട്രാറിനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അല്പം കൂടി ഒന്ന് വിശദമായിട്ട് പറയുവാണ്. 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. 1 അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ് വിങ് ആണ്. 2 അഡീഷണൽ രജിസ്ട്രാർ കൺസ്യൂമർ വിങ് ആണ്. ഇത് കൂടാതെ ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ പദവി വഹിക്കുന്ന അഡീഷണൽ രജിസ്ട്രാർ.
എന്ത് ചെയ്യണം? അദ്ദേഹം ജനറൽ അഡ്മിനിസ്ട്രേഷൻ നോക്കണം, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ കാര്യങ്ങൾ നോക്കണം, ഇത് കൂടാതെ പബ്ലിസിറ്റി നോക്കണം. നാലാമത്തെ അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ICDP എന്ന് മാത്രം പറഞ്ഞു, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ചാർജ് എന്ന് മാത്രം പറഞ്ഞത്. അത് കൂടാതെ ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധിക ചുമതലയും കൂടി ആർക്കുണ്ട്? ആ നാലാമത്തെ അഡീഷണൽ രജിസ്ട്രാർക്കുണ്ട്, ഇൻഫർമേഷൻ ബ്യൂറോ. അപ്പൊ എന്താന്ന് പറയാം? ഇൻഫർമേഷൻ ബ്യൂറോ എന്താന്ന് നോക്കി, ദെൻ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അത് കൂടാതെ പറയുന്നുണ്ട് ഔട്ട് ഓഫ് ദ 2 ജോയിന്റ് രജിസ്ട്രാർ ഇൻ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലെ 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ദെൻ 1 ജോയിന്റ് രജിസ്ട്രാർ ഈസ് ഇൻ ചാർജ് ഓഫ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു ജോയിന്റ് രജിസ്ട്രാറുടെ പദവി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹീസ് ഇൻ ചാർജ് ഓഫ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചാർജാണ് ആ ജോയിന്റ് രജിസ്ട്രാർക്ക്. ഓക്കെ, ഇത് കൂടാതെ ഒരാളും കൂടി ഉണ്ടല്ലോ. ആൻഡ് അതർ ജോയിന്റ് രജിസ്ട്രാർ ഈസ് ഇൻ ചാർജ് ലുക്സ് ഇൻ ടു ദ മാറ്റർ പെർട്ടൈനിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനാണ് മറ്റൊരു ജോയിന്റ് രജിസ്ട്രാർ. അപ്പൊ അങ്ങനെ ഹെഡ് ഓഫീസിൽ 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏകോപിപ്പിക്കാൻ, അതുകൂടാതെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു ജോയിന്റ് രജിസ്ട്രാറും കൂടി ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ദ ലോ ഓഫീസർ ആൻഡ് ഫിനാൻസ് ഓഫീസർ ഹു ആർ ഓൺ ഡെപ്യൂട്ടേഷൻ ഫ്രം ദ സെക്രട്ടേറിയറ്റ് അഡ്വൈസ് ദ രജിസ്ട്രാർ. എന്താണ്? ദ ലോ ഓഫീസർ. ഞാൻ പറഞ്ഞല്ലോ, ലോ ഓഫീസറും ഉണ്ട്, അതുപോലെ തന്നെ ആരും ഉണ്ട്? ഫിനാൻസ് ഓഫീസറും ഉണ്ട്. അവർ ഡെപ്യൂട്ടേഷൻ വരുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് സെക്രട്ടേറിയറ്റിൽ നിന്നും. എന്താ അവരുടെ ജോലി എന്ന് പറയുന്നത്? അഡ്വൈസ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. റിലേറ്റിംഗ് ടു ഏതാണ്? ലീഗൽ ആസ്പെക്ട്സ് ആൻഡ് ഫിനാൻസ് മാറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി. നിയമപരമായ കാര്യങ്ങളിന്മേലും സാമ്പത്തികപരമായ കാര്യങ്ങളിന്മേലും ഈ പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്, വേണ്ട അഡ്വൈസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ലോ ഓഫീസറും ഫിനാൻസ് ഓഫീസറും അവർ സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ബിസൈഡ്സ് ദ എബോ ഓഫീസർ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓഫീസേഴ്സിനെ കൂടാതെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്. എത്രയുണ്ട്? 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഹെഡ് ഓഫീസിലാണ് കേട്ടോ. 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ, 13 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, 13 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട്. ദെൻ 1 റിസർച്ച് ഓഫീസർ ഉണ്ട്. റിസർച്ച് ഓഫീസർ. അപ്പൊ അത് എവിടുന്നാ നോക്കിയേ? അദ്ദേഹത്തെ എവിടുന്നാ വരുന്നത്? ഫ്രം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഒരു റിസർച്ച് ഓഫീസർ ഉണ്ട്. ദെൻ ഇത് കൂടാതെ 1 എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്. 1 എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്. 1 PA ടു രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. PA ഉണ്ട് കേട്ടോ. PA ഒരു രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു PAയും കൂടി ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് എവിടെ വരുന്നത്? ഹെഡ് ഓഫീസിൽ വരുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തലവൻ. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയുണ്ട്? അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. ഇത് കൂടാതെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, 13 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട്. ദെൻ ഇത് കൂടാതെ 1 PA ടു രജിസ്ട്രാർ ഉണ്ട്. ദെൻ പ്രധാനപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ലോ ഓഫീസർ ഉണ്ട്, ഫിനാൻസ് ഓഫീസർ ഉണ്ട്, റിസർച്ച് ഓഫീസർ ഉണ്ട്, എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് പ്രധാനമായിട്ട് എവിടെയുള്ളത്? ഹെഡ് ഓഫീസിലുള്ളത്. ദെൻ അടുത്ത പറയുന്നുണ്ട് 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വർക്കിംഗ് ആസ് ഇന്റർമീഡിയറ്ററി ഓഫീസർ ഓഫ് ദ ICDP സെക്ഷൻ ഇൻ ദ ഹെഡ് ക്വാർട്ടർ. ചിലപ്പോൾ അതൊക്കെ ചോദിക്കാം. എന്താണ് ICDP സെക്ഷൻ്റെ ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രൊജക്ട് സെക്ഷൻ്റെ ഇന്റർമീഡിയറ്ററി ആയിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. എന്താ പറഞ്ഞത്? 1 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്
വർക്കിംഗ് ആസ് ഇന്റർമീഡിയറ്ററി ഓഫീസർ ഓഫ് ദ ICDP സെക്ഷൻ. എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സിൽ. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. എ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ഈസ് ഫംഗ്ഷനിങ് അറ്റ് ദ ഹെഡ് ഓഫീസ്. എന്തുകൊണ്ട്? ഒരു ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്. അവരൊരു മന്ത്ലി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മന്ത്ലി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുക. ഏതാണ്? സഹകരണ വീതി. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക്കേഷൻ ആണ് ഏത്? സഹകരണ വീതി. ഓക്കെ, സഹകരണ വീതി ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ ഇവിടുന്നാണ് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, പബ്ലിഷ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ റെഗുലർലി. The editor cum press relation officer, അതായത് പബ്ലിക് റിലേഷൻ ഓഫീസർ ലീഡ്സ് ദ ബ്യൂറോ. ഇതിന്റെ തലവൻ ആരാണ്? എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. നമ്മൾ പറഞ്ഞല്ലോ രജിസ്ട്രാർ ഓഫീസിൽ ഒരു എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ഈ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ചാർജ് ആണ് അദ്ദേഹത്തിനുള്ളത്, എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്. ഓക്കെ, ദെൻ കഴിഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ദർ ഈസ് ഓൾസോ കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി. എന്തുണ്ട് അവിടെ? കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ഈസ് ഹെഡഡ് ബൈ സെക്രട്ടറി. അതാണ് നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതാണ് കോപ്പറേറ്റീവ് കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി ഹെഡഡ് ബൈ ആരാണ്? സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആണ്. എന്താണ് പറഞ്ഞത്? കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി ഹെഡഡ് ബൈ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഹെഡഡ് ബൈ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആണ് കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയുടെ തലവൻ. അത് ഇപ്പോൾ ആരാണ്? ഡോക്ടർ രത്തൻ യു കേൽക്കർ IAS ആണ്. ഡോക്ടർ രത്തൻ യു കേൽക്കർ IAS ആണ് ഇപ്പോഴത്തെ കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പൊ അതിന്റെ ഡെസിഗ്നേഷൻ ഏതാണ്? സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആണ്. അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി ഹെഡഡ് ബൈ ആരാണ്? സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഹെഡ് ഓഫീസ് ആണുള്ളത്. അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഹെഡ് ഓഫീസിലെ ആരൊക്കെയാ ചാർജ് എന്ന് പറയുന്നത്? RCS ആണ് ഹെഡ്. അതിന് അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എത്രയാണ്? 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഫിനാൻസ് ഓഫീസർ, ലോ ഓഫീസർ, റിസർച്ച് ഓഫീസർ, എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ, ഇത് കൂടാതെ PA ടു ദ രജിസ്ട്രാർ. ദെൻ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, 13 ARമാരുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരു എഡിറ്റർ, അവിടെ എന്തുണ്ട്? ഒരു കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ചാർജ് ആരാണ്? എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ്. ഓക്കെ, ദെൻ അവിടെ ഒരു കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അതിന്റെ തലവൻ ആരാണ്? സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആണ്. ഓക്കെ, റിസർച്ച് ഓഫീസർ എവിടെ നിന്നാണ്? റിസർച്ച് ഓഫീസർ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് റിസർച്ച് ഓഫീസർ. ലോ ഓഫീസറും ഫിനാൻസ് ഓഫീസറും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വരുന്ന ഉദ്യോഗസ്ഥരാണ്. ഓക്കെ, ദെൻ ഇത് കൂടാതെ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ അവിടെ ഉണ്ടല്ലോ. ആ ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് എന്താ പറഞ്ഞ? ഇത് കൂടാതെ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ചാർജ് എന്താ പറഞ്ഞത്? ICDP സെക്ഷന്റെ ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് എവിടെയുള്ളത്? നമ്മുടെ സ്റ്റേറ്റ് വിങ്ങിലുള്ളത്. ഓക്കെ, ഹെഡ് ഓഫീസിൽ അല്ലെ ഹെഡ് ക്വാർട്ടറിൽ. നമ്മൾ നേരെ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ജില്ലയിൽ ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹെഡഡ് ബൈ JR ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഒരു ജില്ലയിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജോയിന്റ് രജിസ്ട്രാർ ആണ്. ജില്ലയുടെ ഹെഡ്, ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ആരാണ്? JR ജോയിന്റ് രജിസ്ട്രാർ ആണ്. ഓക്കെ, അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ആരുണ്ട്? ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി DR ഉണ്ട്. ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ. ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതിനു വേണ്ടിയിട്ടാണ്? ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. അഡ്മിനിസ്ട്രേഷൻ വിങ് ആണ്. ഓക്കെ, ദെൻ ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് കീഴിലെ 2 ARമാരുണ്ട്. ആരൊക്കെയാണ് 2 ARമാര്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ പ്ലാനിംഗ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി SC/ST.
അപ്പോൾ ജില്ലയിൽ 2 ARമാരുണ്ട്. 1 ഫോർ പ്ലാനിംഗ് ആണ്, 2 ഫോർ SC/ST ആണ്. ഇത് കൂടാതെ ഇൻസ്പെക്ടേഴ്സും കൂടി ഉണ്ട്. ജില്ലയിൽ ഇൻസ്പെക്ടേഴ്സും കൂടി ഉണ്ട്. ഇവരെ സഹായിക്കാൻ അവിടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സും ഉണ്ട്. ഇത്രയും ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഡിസ്ട്രിക്റ്റിന്റെ എന്തെന്ന് പറയുന്നത് ഘടന. അപ്പോൾ നമ്മുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിക്ട് ഈസ് ഹെഡഡ് ബൈ ആരാണ്? JR ജോയിന്റ് രജിസ്ട്രാർ ആണ്. അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ. അതുകൂടാതെ 2 ARമാരുണ്ട്. ARമാർ ഒന്ന് ഫോർ പ്ലാനിംഗ് ആണ്, മറ്റേത് ഫോർ SC/ST ആണ്. ഇത് കൂടാതെ ആരുമുണ്ട്? ഇൻസ്പെക്ടേഴ്സും ഉണ്ട്. ഇത്രയും ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏത് ഒരു ജില്ലയിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ്. ഓക്കെ, നമ്മൾ നേരത്തെ അവിടെ പറയുന്നുണ്ട്. നോക്കിയേ, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയേ. ദ ഡിസ്ട്രിക്ട് ലെവൽ ഈസ് ഹെഡഡ് ബൈ ആരാണ്? ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ ഈസ് ഹെഡഡ് ബൈ ആരാണ്? ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻഡ് ഹീ ഈസ് അസിസ്റ്റഡ് ബൈ എ ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്. ദെൻ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? 1 പ്ലാനിംഗ് ആണ്, 2 SC/ST ആണ്. ഓക്കെ, ഇത് കൂടാതെ ആരും കൂടി ഉണ്ട്? കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സിൻ്റെയും കൂടി സപ്പോർട്ട് എവിടെയുണ്ട്? ജില്ലാ ഓഫീസിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ താലൂക്കിൽ വരുന്നു. താലൂക്കിൽ വരുമ്പോഴത്തേക്കും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ താലൂക്ക് ഈസ് ഹെഡഡ് ബൈ ആരാണ്? AR. ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. ആരാണ്? ഒരു താലൂക്കിന്റെ ഹെഡ് ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. താലൂക്ക് ഈസ് ഹെഡഡ് ബൈ ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ, AR. ഓക്കെ, ദെൻ ഇത് കൂടാതെ അവിടെ ആരുണ്ട്? യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ ഓഫീസിലെ ഒരു ഓഫീസ് ഇൻസ്പെക്ടർ ഉണ്ട്. ഓഫീസ് ഇൻസ്പെക്ടർ ആരുണ്ട്? യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ആരുമുണ്ട്? ഓഫീസ് ഇൻസ്പെക്ടറും ഉണ്ട്. ഓക്കെ, ഓഫീസ് ഇൻസ്പെക്ടർ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നയാളാണ്. യൂണിറ്റ് ഇൻസ്പെക്ടർ ആരാണ്? നമ്മൾ പല എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ, ഒരു AR ഓഫീസ്, ഒരു താലൂക്കിനെ പല യൂണിറ്റുകളായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ആൻഡ് ഈച്ച് യൂണിറ്റ് ഈസ് ഹെഡഡ് ബൈ ഏതാണ്? ഒരു സീനിയർ ഇൻസ്പെക്ടർ ആയിരിക്കും. അദ്ദേഹത്തിന് കീഴിലായിട്ട് ആരും ഉണ്ടായിരിക്കും? ജൂനിയർ ഇൻസ്പെക്ടേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏത് ഒരു താലൂക്ക് ഓഫീസ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ചോദിക്കാം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ താലൂക്ക് ഈസ് ഹെഡഡ് ബൈ ആരാണ്? AR ആണ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയേ. ഇൻ താലൂക്ക് ലെവൽ ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹെഡഡ് ബൈ ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഹി ഈസ് അസിസ്റ്റഡ് ഇൻ ഹിസ് ഓഫീസ് ബൈ ആൻ ഓഫീസ് ഇൻസ്പെക്ടർ. അദ്ദേഹത്തിനെ സഹായിക്കാൻ അവിടെ ആരുണ്ട്? ഒരു ഓഫീസ് ഇൻസ്പെക്ടർ ഉണ്ട്. ആൻഡ് യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സ് ഇൻ ചാർജ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ സർക്കിൾ. അപ്പോൾ ആ സർക്കിളില, ആ താലൂക്കില കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്താ പല യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലവന്മാരായിട്ടുള്ള യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഒരു താലൂക്കില കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഘടന. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഇങ്ങനെ ഒരു 3 ഹൈറാർക്കി ആയിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് ജനറൽ വിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓഡിറ്റ് വിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ജനറൽ വിങ്ങിന്റെ ഘടന ഇതാണ്. ഓക്കെ, അപ്പോൾ ജനറൽ വിങ്ങിന്റെ തലവൻ ആരാണ്? RCS ആണ്. RCSനെ സഹായിക്കാൻ വേണ്ടിയിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. അതുപോലെ തന്നെ 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. 2 ജോയിന്റ് രജിസ്ട്രാറുടെ ചാർജ് ചെയ്തതിനൊക്കെയാണ്? 1 മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗും SC/ST ആണ്. അഡീഷണൽ രജിസ്ട്രാറുടെ ചാർജ് ഒക്കെയാണ്? 1 ക്രെഡിറ്റ്, മറ്റേത് കൺസ്യൂമർ. ഇത് കൂടാതെ ICDP ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു ഏതാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ രജിസ്ട്രാർ ഇൻ ചാർജ് ഓഫ് പബ്ലിക് റിലേഷൻ, എഡിറ്റർ. നമ്മൾ പബ്ലിക് റിലേഷൻ്റെ കാര്യം കൂടി പറഞ്ഞു, അത് അഡീഷണൽ ചുമതലയുള്ള ഒരു അഡീഷണൽ രജിസ്ട്രാർ. അങ്ങനെ 4 അഡീഷണൽ രജിസ്ട്രാർ. ക്രെഡിറ്റ് ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്, അതുപോലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അദ്ദേഹം തന്നെയാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും പബ്ലിസിറ്റി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്, 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്, 13 അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട്. ഇത് കൂടാതെ ലോ ഓഫീസർ, ഫിനാൻസ് ഓഫീസർ, റിസർച്ച് ഓഫീസർ, എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാർ, ഇത് കൂടാതെ ഒരു PA ടു ദ രജിസ്ട്രാർ, ഇത്രയും ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ള ഹെഡ് ഓഫീസും. ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഹെഡഡ് ബൈ ജോയിന്റ് രജിസ്ട്രാർ ആണ്. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ അതുകൂടാതെ 2 ARമാരുണ്ട്, 1 പ്ലാനിംഗ്, മറ്റേത് SC/ST. ഇത് കൂടാതെ ഇൻസ്പെക്ടേഴ്സും ഉണ്ട്. ഒരു താലൂക്കിന്റെ ഹെഡ് ആരാണ്? താലൂക്ക് ഈസ് ഹെഡഡ് ബൈ ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. അദ്ദേഹത്തിന് കീഴിലായിട്ട് യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സും ഉണ്ട്, ഒരു ഓഫീസ് ഇൻസ്പെക്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഘടന. അപ്പോൾ ഓരോ താലൂക്കിലും ഒരു AR ഓഫീസ് ഉണ്ട് എന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ
78 താലൂക്കിലായിട്ട് 78 ARമാരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു താലൂക്കിൽ ഒരു AR എന്ന രീതിയിലാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്. 14 ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഘടന. അപ്പം ഒന്നുകൂടെ നമ്മുടെ ഹെഡ് ഓഫീസ് ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നുകൂടെ ജസ്റ്റ് പറയുന്നു. ഹെഡ് ഓഫീസിൽ 4 ആരുണ്ട്? അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. 1 ജനറൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ICDP, ക്രെഡിറ്റ്, കൺസ്യൂമർ, അങ്ങനെ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന അഡീഷണൽ രജിസ്ട്രാർമാരുടെ ചാർജ് ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേ. 1 അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ചാർജ് ഓഫ് ക്രെഡിറ്റ് വിങ്. അത് പ്രത്യേകിച്ച് മാറേണ്ട കാര്യമൊന്നുമില്ല. ക്രെഡിറ്റ് വിങ് ഉണ്ട്, കൺസ്യൂമർ വിങ് ഉണ്ട്. ഇനി ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ചാർജ് വഹിക്കുന്ന ആ ഒരു അഡീഷണൽ രജിസ്ട്രാർക്ക് ഇത് കൂടാതെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും പബ്ലിസിറ്റിയുടെയും കൂടി ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ രജിസ്ട്രാർ നമ്മൾ പറഞ്ഞല്ലോ, ഇത് കൂടാതെ വരുന്ന അഡീഷണൽ രജിസ്ട്രാർക്ക് എന്തുണ്ട്? ഇൻ ചാർജ് ഓഫ് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ, അതായത് ICDP നമ്മൾ പറഞ്ഞ അഡീഷണൽ രജിസ്ട്രാർക്ക് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും ICDPയുടെയും അധിക ചുമതലയും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ് ഏത് പബ്ലിഷ് ചെയ്യുന്നത്? സഹകരണ വീതി. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക്കേഷൻ ആയിട്ടുള്ള സഹകരണ വീതി പബ്ലിഷ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്. ദെൻ കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ആണ്. ഓക്കെ, ഈ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ഹെഡഡ് ബൈ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? എഡിറ്റർ കം പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, ലോ ഓഫീസറും ഫിനാൻസ് ഓഫീസറും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വരുന്ന ഉദ്യോഗസ്ഥരാണ്. റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഘടന. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കേൾക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.